ഐ വാസ് ട്രൈങ് ടു ബിൽഡ് മസിൽ അറ്റ് ദ സെയിം ടൈം. നല്ല അടിപൊളി ബോഡി, അത്ലറ്റിക് ബോഡി വേണം എന്നുള്ളൊരു ഗോളും ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെ എന്താണ്, എൻഡുറൻസ് കൂടണം, സ്പീഡ് കൂടണം, ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റണ്ണർ ആവണം എന്നുള്ളൊരു ഗോളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് രണ്ട് ഏകദേശം ഓപ്പോസിറ്റ് പോലെയാണ്. അതായത് നിങ്ങൾ എലൈറ്റ് ലോങ് ഡിസ്റ്റൻസ് റണ്ണേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓലൊക്കെ എന്താ പറയുക, തീരെ ബോഡി മാസ് കുറവായിരിക്കും. അത്രയും ലോങ് നമുക്ക് സ്പീഡിൽ പോകണ്ടേ. നമ്മുടെ ബോഡിയിൽ എത്രത്തോളം വെയിറ്റ് കൂടുന്നു അത്രത്തോളം നമുക്കൊരു ബേർഡൻ ആണ്. ഈ ലോങ് ഡിസ്റ്റൻസിൽ എലൈറ്റ് ആയി നിൽക്കുന്ന റണ്ണേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ ബോഡി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലീനേകാരം. അത് മാത്രമല്ല സ്കിന്നും ആയിരിക്കും. ആ ഒരു സ്പോർട്ടിൻ്റെ ബോഡി ടൈപ്പ് അങ്ങനെയാണ്. അതേസമയം എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് കുറച്ച് മസിലുള്ള ബോഡിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ കാലം ഇത് രണ്ടും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ മസിൽ ബിൽഡ് ചെയ്യുന്നു, ഇവിടെ മസിൽ ലോസ് ചെയ്യുന്നു, ആ ഒരു രീതിയിലല്ലേ. അപ്പോൾ ഞാനും എന്ത് ചെയ്തു, എനിക്ക് റണ്ണിങ് ഒഴിവാക്കണ്ട, പക്ഷേ ഇതിൽ തന്നെ എന്ത് ചെയ്യണം, മസിൽ ബിൽഡ് ചെയ്യണം. അങ്ങനെയാണ് സ്പ്രിൻറ്റിങ്ങിലേക്ക് വരുന്നത്. സ്പ്രിൻറ്റിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ എലൈറ്റ് സ്പ്രിൻറ്റേഴ്സിൻ്റെ ബോഡിയൊക്കെ നോക്കുമ്പോൾ ഒക്കെ നല്ല അടിപൊളി അത്ലറ്റിക് ബോഡി, സെറ്റ് ബോഡി, മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും, സ്പീഡുണ്ട്, എല്ലാ ഫങ്ഷണൽ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ജിമ്മുക്കും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്പ്രിൻറ്റിങ്ങിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇറ്റ്സ് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുന്നു, കുറേ ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഓക്കെ എന്നാൽ സ്പ്രിൻറ്റിങ്ങിലേക്ക് മാറാം.